ഇന്നൊരു കടലക്കറി വെച്ചാലോ? അതിന് വേണ്ടിയിട്ട് സവാള ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുവാണ്. അത് കഴിഞ്ഞ് തക്കാളി അതും ചെറിയ ചെറിയ പീസുകളായിട്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നീളത്തിന് ആവശ്യത്തിന് അരിഞ്ഞെടുത്തു. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന കടല കുക്കറിലിട്ട് അത് വേകുന്നിടം വരെ ഒന്ന് വിസിലടുപ്പിക്കാൻ വെച്ചു. അത് അവിടെ നിന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത കറിക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം. പാൻ വെച്ച് എണ്ണ ഒഴിച്ച് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ആഡ് ചെയ്ത് അതിൻ്റെ പച്ച മണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കിന് നമ്മുടെ സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അത് കഴിഞ്ഞ് സവാളയുടെ കളറൊന്ന് മാറി വരുമ്പോഴത്തേന് തക്കാളി ഇട്ട് കൊടുത്ത് അതൊന്ന് വാടി വരുമ്പോഴത്തേക്കിനും പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എല്ലാം ഇട്ട് അപ്പോഴത്തേനും നമ്മുടെ കടല വെന്ത് വന്നു. ആ കടലയും കൂടി ഇട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കടുക് താളിക്കാനുള്ള പരിപാടി നോക്കാം. എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് അതതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ കടലക്കറി റെഡി ആയിട്ടോ. അപ്പോൾ എൻ്റെ പാചക രീതി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഇനിയുള്ള പാചക വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.